സാറ ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ. നോ എക്സ്പീരിയൻസ് റിക്വയർഡ്. ക്വാളിഫിക്കേഷൻ +2. സെൻഡ് യുവർ CV നൗ. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ. നിലമ്പൂർ പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ മറവിൽ നഗരസഭാ ഭരണ നേതൃത്വം അഴിമതിക്ക് കളമൊരുക്കുന്നുവെന്ന് ഭരണപക്ഷ കൗൺസിലർ എരഞ്ഞിക്കൽ ഇസ്മായിൽ. LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിലെ LDF അംഗവും ജനതാദൾ S ദേശീയ സമിതി അംഗവുമായ ഇസ്മായിൽ എരഞ്ഞിക്കലാണ് ഭരണസമിതിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 2022-23 നടത്തിയ പാട്ടുത്സവത്തിന്റെ കണക്ക് ഇതുവരെ കൌൺസിൽ യോഗത്തിൽ പോലും വെച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ നഗരസഭയ്ക്ക് ലഭിക്കേണ്ട നികുതി വരുമാനത്തിന് പകരം ലഭിച്ചത് 12,600 രൂപ മാത്രമാണെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു. വിവരാവകാശ പ്രകാരം താൻ നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ അപേക്ഷയ്ക്ക് മറുപടിയായി രേഖാമൂലം ലഭിച്ച കണക്കാണിതെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു. കാർണിവലിന്റെ മറവിൽ നടത്തിപ്പുകാരിൽ നിന്നും വാങ്ങിയ ലക്ഷങ്ങളുടെ കണക്ക് കാണാനില്ല. നഗരസഭാ ചട്ടങ്ങൾ മറികടന്ന് നിർമ്മിച്ചിട്ടുള്ള കെട്ടിട ഉടമകളിൽ നിന്നുൾപ്പെടെ വലിയ തോതിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. സംഭാവനകൾ വലിയ തോതിൽ നൽകുന്നവർക്ക് പിന്നീട് പ്രത്യുപകാരം ചെയ്തു കൊടുക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. നിലമ്പൂർ പാട്ട് ഉത്സവത്തിലെ നഗരസഭയുടെ പേരുപയോഗിച്ചിട്ടാണ് ഈ പ്രാവശ്യം നിലമ്പൂർ പാട്ട് നടത്തുന്നത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിൽ യോഗത്തിൽ ഒരു അജണ്ട പോലും വരാതെ, കൗൺസിലിൻ്റെ ഒരു അംഗീകാരവും കിട്ടാതെ നഗരസഭയുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു തട്ടിപ്പ് സംഘമാണ് നിലമ്പൂർ പാട്ട് നടത്തുന്നത്. അത് ജനങ്ങളെ മുമ്പാകെ മനസ്സിലാക്കി കൊടുക്കാനും അതുപോലെ തന്നെ ഇതിനെതിരെ സെക്രട്ടറിക്കും കലക്ടർക്കും ഞാൻ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2002-2023 കാലയളവിൽ നിലമ്പൂർ പാട്ടുത്സവം നടത്തിയിരുന്നു. ആ പാട്ടുത്സവത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ഇന്നേ വരെ ബോധിപ്പിച്ചിട്ടില്ല. അന്ന് നടത്തിയപ്പോൾ അത് കൗൺസിലേക്ക് അജണ്ടയായി വരികയും അടിയന്തര കൗൺസിൽ വിളിച്ച അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ പാട്ട് നടത്തിയത്. ആ നിലമ്പൂർ പാട്ട് 10-15 ദിവസം നിലമ്പൂർ നടത്തിയിട്ട് 1.5 കോടി രൂപ പോലും ചെലവഴിച്ചിട്ട് പോലും ഇന്നേ വരെ കൗൺസിലിലേക്ക് ഒരു കണക്ക് അവതരിപ്പിക്കാനോ തയ്യാറായിട്ടില്ല. ഞാൻ 10-12 ഏജൻസികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി അടിസ്ഥാനത്തിൽ തദ്ദേശ വകുപ്പ് സെക്രട്ടറി അന്വേഷണ ഉത്തരവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ വർഷം പാട്ട് നടത്താൻ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിൽ അംഗീകാരം മേടിക്കാതെ നിലമ്പൂർ നഗരസഭയുടെ പേരിൽ നിർബന്ധമായി പിരിവ് നടത്തിക്കൊണ്ട് ഇവിടുത്തെ ബിൽഡിംഗ് ഓണർമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ലക്ഷങ്ങൾ തട്ടി ഈ പാട്ട് നടത്തുന്നത്. ആ കാർണിവൽ നടത്തുന്നത് ഒരു രേഖയുമില്ലാതെ ലക്ഷക്കണക്കിന് രൂപയാണ് അവരിക്കുന്നത് മേടിച്ചുള്ളത്. കഴിഞ്ഞ വർഷം 8 ലക്ഷത്തോളം മേടിച്ചു. ഇക്കുറി 10 ലക്ഷത്തോളം രൂപ അവർ മേടിച്ചു. ഈ വരുമാനം എവിടെ കിട്ടേണ്ടതാണ്? നഗരസഭക്ക് കിട്ടേണ്ടതാണ്. കാർണിവലിൻ്റെയും മറ്റുള്ള നികുതി ഇനത്തിനും എല്ലാം കിട്ടേണ്ടതായിരിക്കണം നഗരസഭക്കാണ്. അപ്പം നഗരസഭക്ക് ഒരു 10 പൈസ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് ഈ പാട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറി വിവരാവകാശ നിയമപ്രകാരം നികുതി ഇനത്തിൽ കിട്ടിയത് 12,600 രൂപയാണ്. എന്നാൽ ഇവിടെ പാട്ട് നടത്തുന്നതോ 1.5 കോടി ചെലവഴിച്ചിട്ടാണ്. എന്നാൽ നമ്മൾക്കറിയാൻ കഴിയുന്നത് ടാക്സിക്കാരികൾ കഴിഞ്ഞ വർഷം 8 ലക്ഷവും ഇക്കുറി 10 ലക്ഷവും മേടിച്ചിട്ടുണ്ട്. ഇത്രയും ടാക്സ് ഇനത്തിൽ വൻപിച്ച തട്ടിപ്പ് നടത്തി സ്വകാര്യ ബിൽഡിംഗ് ലോബികളെ അനധികൃത ബിൽഡിങ്ങുകാരുടെ നോട്ടീസ് കൊടുത്ത് വരച്ച് വിളിച്ച് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങളാണ് തട്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി, ജില്ലാ കളക്ടർ ഉൾപ്പെടെ 12ഓളം പേർക്ക് പരാതികൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പാട്ടുത്സവത്തിന്റെ മറവിൽ വീണ്ടും പണപ്പിരിവിന് കളമൊരുക്കുന്നത്. ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ രശീത് പോലും നൽകാതെയാണ് വലിയ തോതിൽ പണപ്പിരിവ് നടത്തുന്നത്. നിലമ്പൂരിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പേരിൽ നടക്കുന്ന നിലമ്പൂർ ഷോപ്പിംഗ് പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി വീണ്ടും അനധികൃത പണപ്പിരിവ് അനുവദിക്കാൻ കഴിയില്ല. ഇതിനാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും സുതാര്യമല്ലാത്ത രീതിയിൽ നടത്താൻ ലക്ഷ്യമിടുന്ന പാട്ടുത്സവം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ആൽനൂർ പർദ സൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അബായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ. ആൽനൂർ പർദ സൂഖ്, ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ, മഞ്ചേരി റോഡ്, വണ്ടൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു.
ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ.